എടാ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടാ? എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. അതെന്താന്ന് ഞാൻ ചോദിക്കണേ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. എടാ നീ മൃഗമാണ്, എന്റെ വാങ്ങി നല്ല കേക്കുണ്ടാ. എന്താ ഇവിടെ പ്രശ്നം? ചേട്ടാ ഇവനിപ്പൊ എന്നെ കല്യാണം കഴിക്കണ്ടെന്നാ പറയണേ. എന്താ ഉറപ്പ് കല്യാണം വേണമെന്ന് പറയുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഒക്കെ പോകും ചേട്ടാ. ഇപ്പൊ കല്യാണം കഴിച്ച എന്റെ ഫ്രീഡങ്ങളെ എനിക്ക് താല്പര്യമില്ല. ഈ കല്യാണം കഴിച്ച ഫ്രീഡം പോകുന്നൊക്കെ പറയുന്നത് തെറ്റായ ചിന്താഗതിയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കല്യാണം എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ്. നിങ്ങൾ വയ്യാതെ വീട്ടിൽ വരുന്ന ഒരു ദിവസം ഒരു ഗ്ലാസ് ചൂടുള്ള ഒരു ചായ ഉണ്ടാക്കി തരാൻ ഒരാൾ വേണ്ടേ? നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയം നിങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോ ഒന്ന് എനർജൈസ് ചെയ്യാൻ ഒരാളുള്ളത് വളരെ നല്ലതല്ലേ? അതുകൊണ്ട് എന്തായാലും കല്യാണം കഴിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഒത്തുചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരലാണ്. അതെ ചേട്ടാ, ഇവൻ അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കും, തലയ്ക്ക് വല്ല ബോധം വരട്ടെ. ചേട്ടൻ നമ്പർ ഒന്ന് തരൂ. എടാ നീ നിന്റെ നമ്പർ ചേട്ടന് കൊടുത്തേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ കാർഡുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടൻ എന്താ ചേട്ടാ? അഡ്വക്കേറ്റ് അനുരാജ്, ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് ഡൈവേഴ്സ് ഒക്കെ മേടിച്ചു. ഓക്കെ ബൈ, സീ യു. എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ മതി. ഓക്കെ ചേട്ടാ നീ ആളെ വിളിക്കാൻ നിൽക്കല്ലേട്ടാ. നീ റോട്ടിൽ കൂടെ പോണ ഒരാളടുത്ത് സംസാരിക്കരുത്. അന്നെങ്കിലും വന്നേ.